ഹേ ഗൈസ്, ആദ്യം തന്നെ തിരക്കട്ടെ, നിങ്ങളുടെ അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ തകർത്ത് പെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ ലേറ്റായി. ഒരു കപ്പ് ചായയും കപ്പുറത്തേക്ക് കഴിച്ചിട്ട് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പം ഞങ്ങളുടെ ഉണ്ടതേ കോട്ടവായൊക്കെ ഇട്ട് അടുത്ത ഉറക്കത്തിന് വേണ്ടി ആശ റെഡി ആയിട്ടിരിക്കുമോ. മഴയല്ലേ. ദേ പതിവ് തെറ്റാതെ നമ്മുടെ അതിഥി ചോറ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ അതിഥികളുണ്ട്. അണ്ണാറക്കണ്ണന്മാർ, കുറേ ചെറിയ ചെറിയ പക്ഷികളൊക്കെ ഇല്ലേ, അവരൊക്കെ വന്ന് അമ്മയുടെ പങ്ക് വാങ്ങിയിട്ടാണ് പോകാറ്. ഇതൊക്കെ അമ്മയുടെ പണിയാണ്. ഞാനും ഇവരുമായിട്ട് വലിയ അടുപ്പമില്ല. അമ്മയും ഇവരും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ഈ ചെടികളും പക്ഷികളൊക്കെ ആയിട്ട് ഇവർ രണ്ടും ഭയങ്കര ബന്ധത്തിലാണ്. ഈ ഉച്ചക്കുള്ള ബാങ്ക് വിളിക്കാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. ഇനി കുറച്ച് പഠിക്കാമെന്ന് വെച്ച്. നാളെ പഠിക്കാതെ നിന്ന സാറ് ക്ലാസ്സിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ അടുക്കളയിൽ പോയി കഞ്ഞി തിളച്ചാൽ നോക്കി. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തേ വാതിക്ക് വന്നപ്പോൾ ഉണ്ട നിന്ന് കുളിക്കുന്ന അവനാണ് നാണം വന്ന്. ഈ പെണ്ണ് കുളിക്കാനും സമ്മതിക്കത്തില്ലല്ലോ എന്നോർത്തവൻ നിർത്തി. പിന്നെ വന്നപ്പം മഴ, എന്ത് മഴ. അമ്മയ്ക്ക് ജോലിയാണല്ലോ. അമ്മ മീനൊക്കെ വെട്ടി, ഞാൻ ആ മീൻ കറി കൂട്ടി ചോറ് കഴിച്ചു. അങ്ങനെ ഒരു ഉച്ച സമയമായപ്പോൾ അമ്മ പത്രം വായനയിലോട്ട് മാറി. എല്ലാം കഴിഞ്ഞ് അമ്മ ഈ സമയത്താണ് വായിക്കുന്നത്. മഴ നല്ല തകൃതിയായിട്ട് പെയ്യുമായിരുന്നു. അപ്പം അച്ഛൻ പോയി കടി മേടിച്ചുകൊണ്ട് വന്ന്. 23 വയസ്സായിട്ടും ഇപ്പോഴും അച്ഛൻ കൊണ്ടുവരുന്ന കടി നോക്കി ഇരിക്കലാണ് നമ്മുടെ ജോലി. അപ്പം ഞാൻ ഏത്തക്കാപ്പവും ബോണ്ടയെ പറഞ്ഞു വിട്ടിരുന്ന. ഏത്തക്കാപ്പം അവിടെ ഇല്ലായിരുന്നു. ബോണ്ട 4 മേടിച്ചുകൊണ്ട് വന്നു. ഇതിന് നമ്മളിവിടെ ബോണ്ടയെന്നാണ് പറയുന്നത്. പിന്നെ അമ്മ ചായ ഇട്ടുകൊണ്ട് വന്ന് 2 ബോണ്ടയും ചായയും കൂടി ഞാൻ കഴിച്ചു. പിന്നെ രാത്രിയിൽ ഉച്ചക്കത്തെ മീൻകറി കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര ആവർത്തന വിരസത തോന്നിയപ്പോൾ അമ്മ ഇച്ചിരി അച്ചാർ കൊടുത്തു തന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.